എല്ലാവർക്കും സ്റ്റഡി ടൈമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കുന്നത് 7th SS ചാപ്റ്റർ 9 ആണ്. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടം ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നു. 1919 മുതൽ 1947 വരെയുള്ള കാലഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് 1919 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഇന്ത്യയെ കണ്ടെത്താനും രാജ്യത്തുടനീളം യാത്ര ചെയ്തു. ലളിതമായ ജീവിതത്തിലൂടെയും വസ്ത്രധാരണത്തിലൂടെയും ഗാന്ധിജി ജനങ്ങൾക്ക് മാതൃക കാണിച്ചു. സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ അവരുമായിട്ട് സംവദിച്ചു. അപ്പം ഇന്ത്യയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും ഇന്ത്യയെ കണ്ടെത്താനും വേണ്ടിയിട്ട് രാജ്യത്തുടനീളം അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന പുതിയൊരു സമരരീതി രൂപപ്പെടുത്തി. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം എന്ന പുതിയൊരു സമരരീതി അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ആശയപ്രചരണത്തിനു വേണ്ടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അദ്ദേഹം സബർമതി ആശ്രമം സ്ഥാപിച്ചു. അഹമ്മദാബാദിലാണ് സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിച്ചു. സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നതാണ് അർത്ഥം. സത്യാഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു. സത്യാഗ്രഹി തിന്മയെ വെറുക്കുന്നു, എന്നാൽ തിന്മ ചെയ്യുന്ന ആളിനെ വെറുക്കുന്നില്ല. തിന്മ ചെയ്യുന്നവൻ്റെ മനസാക്ഷിയെ തട്ടി ഉണർത്താമെന്ന് സത്യാഗ്രഹി വിശ്വസിക്കുന്നു. അപ്പം സത്യാഗ്രഹം എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. സത്യാഗ്രഹം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു. അപ്പം ഈ സത്യാഗ്രഹി ഒരിക്കലും തിന്മ ചെയ്യുന്ന വ്യക്തിയെ വെറുക്കുന്നില്ല, എന്നാൽ തിന്മയാണ് വെറുക്കുന്നത്. തിന്മ ചെയ്യുന്നവൻ്റെ മനസാക്ഷിയെ തട്ടി ഉണർത്താമെന്ന് സത്യാഗ്രഹി വിശ്വസിക്കുന്നു. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകരെ തോട്ടമുടമകളായ വെള്ളക്കാർ ചൂഷണം ചെയ്തതിനെതിരെ ആയിരുന്നു ഈ സത്യാഗ്രഹം. അതിൻ്റെ ഫലമായി കർഷകർക്ക് ആശ്വാസകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ വെള്ളക്കാർ നിർബന്ധിതരായി. 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ആദ്യത്തെ സമരമാണിത്. ബീഹാറിലാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത്. 1918 ഗാന്ധിജി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയുള്ള സമരം നയിച്ചു. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരമാണ് 1918 അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ സമരം. അപ്പോൾ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു അത്. 1918 ഗുജറാത്തിലെ ഖേഡയിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു. വിളവ് മോശമായതിനാൽ നികുതിയിൽ ഇളവ് നൽകണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ബ്രിട്ടീഷ് അധികൃതർ ഈ ആവശ്യം നിരസിച്ചപ്പോൾ ഗാന്ധിജി നികുതി നിഷേധ സമരത്തിന് ആഹ്വാനം ചെയ്തു. 1918 ഗുജറാത്തിലെ ഖേഡയിലാണ് നികുതി നിഷേധ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന നിരവധി കരിനിയമങ്ങൾ നടപ്പിലാക്കി. അവയിൽ ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായ ഒന്നായിരുന്നു റൗലറ്റ് നിയമം. ഈ നിയമങ്ങൾ സർക്കാരിന് ചില അധികാരങ്ങൾ നൽകി. അപ്പം ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങളൊക്കെ ലംഘിക്കുന്ന നിരവധി നിയമങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ജനങ്ങളുടെ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളൊരു നിയമമാണ് റൗലറ്റ് നിയമം. അപ്പോൾ ഈ നിയമം സർക്കാരിന് ചില അധികാരങ്ങൾ നൽകുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റൊന്നും ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഏതൊക്കെയാണ്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം.
കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. റൗലറ്റ് നിയമത്തിനെതിരെ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. പ്രകടനങ്ങൾ, ഉപവാസങ്ങൾ, ഹർത്താലുകൾ, നിയമലംഘനങ്ങൾ എന്നിവ നടത്തി. 1919 ഏപ്രിൽ 6-ന് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അഭൂതപൂർവമായ പ്രതികരണമാണ് ഈ ആഹ്വാനത്തിന് ലഭിച്ചത്. റൗലറ്റ് നിയമത്തിനെതിരെ ജനങ്ങൾ പലതരത്തിലുള്ള നിയമലംഘനം, പ്രകടനങ്ങൾ, ഉപവാസങ്ങൾ, ഹർത്താലുകളൊക്കെ നടത്തി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് 1919 ഏപ്രിൽ 6-ന് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരായിരുന്നു. അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തു. പഞ്ചാബിലെ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടി. ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത് 3 വശവും മതിലുകളാൽ ചുറ്റപ്പെട്ടതും ഒരു കവാടം മാത്രമുള്ളതുമായ വിശാലമായ മൈതാനമായിരുന്നു. അപ്പോൾ പഞ്ചാബിലെ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ഡോക്ടർ സത്യപാലിനെയും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവിനെയൊക്കെ അറസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പഞ്ചാബിലെ ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ വെച്ചിട്ടൊരു പ്രതിഷേധത്തിന് ഒത്തുകൂടി. നിരായുധരായ ജനങ്ങൾക്ക് നേരെ പട്ടാളം വെടിയുതിർത്തു. പട്ടാളം വെടിവെച്ചു. 1000-ൽ പരം ആളുകൾ വെടിയേറ്റു മരിച്ചു. മുറിവേറ്റവർ അതിലേറെ ആയിരുന്നു. ശവശരീരങ്ങൾ നീക്കം ചെയ്യാനോ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കാനോ ദാഹജലം നൽകാനോ പട്ടാളം അനുവദിച്ചില്ല. ഈ ദാരുണ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രതിഷേധത്തിന് ജാലിയൻ വാലാബാഗിൽ എത്തിയ ആളുകൾക്ക് നേരെ, നിരായുധരായിട്ടുള്ള ആളുകൾക്ക് നേരെ പട്ടാളം വെടിവെച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് മരിക്കുകയും പലർക്കും മുറിവ് പറ്റുകയൊക്കെ ചെയ്തു. അപ്പം ഈ ദാരുണ സംഭവത്തെയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് പലരും ഈ ഗവൺമെൻറ് നൽകിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ-എ-ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകി. ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി രവീന്ദ്രനാഥ ടാഗോർ ഉപേക്ഷിച്ചു. ദേശവ്യാപകമായിട്ട് പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിക്കപ്പെട്ടു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്നു ബാലനായ ഉദ്ധം സിംഗ്. അപ്പം ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ഒരു ദൃക്സാക്ഷിയായിരുന്നു ചെറിയ കുട്ടിയായിട്ടുണ്ടായിരുന്ന ഉദ്ധം സിംഗ്. കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ മൈക്കിൾ ഒ ഡയറിനെ വർഷങ്ങൾക്കു ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചു. 1940 ജൂലൈ 31-ന് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഉദ്ധം സിംഗിനെ വധിച്ചതെന്നാണ് 1940 ജൂലൈ 31-നാണ്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് മൈക്കിൾ ഒ ഡയറിനെ അദ്ദേഹം വെടിവെച്ചു കൊന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 1940 ജൂലൈ 31-ന് ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നത്. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ഖലീഫ. അപ്പോൾ തുർക്കി കേന്ദ്രമായിട്ട് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു ഖലീഫ. ഇദ്ദേഹം ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിലെ ബ്രിട്ടൻ്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ യുദ്ധത്തിൽ ഖലീഫയ്ക്കെതിരായിട്ടുള്ള ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കളാണ് മൗലാന ഷൗക്കത്ത് അലി, മൗലാന മുഹമ്മദ് അലി. ഇവർ അലി സഹോദരന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. റൗലറ്റ് നിയമത്തിനെതിരായി വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണയും സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അപ്പം റൗലറ്റ് നിയമത്തിനെതിരായിട്ട് വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനം സഹായിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഗാന്ധിജി. അപ്പം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് അദ്ദേഹം പൂർണ്ണ പിന്തുണയും സഹകരണമൊക്കെ വാഗ്ദാനം ചെയ്തു. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്തു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുക്കുന്നത്. 1919 ഒക്ടോബർ 17-ന് ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചു. 1919 ഒക്ടോബർ 17-ന് ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായിട്ട് ആചരിച്ചിരുന്നു.
ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം. അപ്പം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയിട്ടുണ്ടായിരുന്ന ബഹുജന സമരമായിരുന്നു നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്. 1920 കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത്. അപ്പം നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1920 കൽക്കട്ടയിൽ ചേർന്ന നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ INCൻ്റെ സമ്മേളനമായിരുന്നു. അപ്പോൾ 1920 കൽക്കട്ടയിൽ ചേർന്ന INC സമ്മേളനമാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകുന്നത്. നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായിട്ട് ഗാന്ധിജി വൈസ്രോയിക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ പറയുന്നത്, ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. അപ്പം ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞാൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന് കത്തെഴുതിയത് ഗാന്ധിജിയാണ്. ആർക്കാണ്? വൈസ്രോയിക്ക് കേട്ടോ. നിസ്സഹകരണ സമരം 2 തരത്തിലാണ്. അല്ലെങ്കിൽ നിസ്സഹകരണ സമരം 2 തരം കർമ്മ പരിപാടികളിൽ അധിഷ്ഠിതമായിരുന്നു. ഒന്നാമത്തേത് ബഹിഷ്കരണ പ്രവർത്തനങ്ങളും ക്രിയാത്മക പ്രവർത്തനങ്ങളായിരുന്നു. ഒന്ന് ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ, മറ്റേത് ക്രിയാത്മക പ്രവർത്തനങ്ങൾ. അപ്പം ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ വരുന്നത് വിദേശ വസ്ത്ര ബഹിഷ്കരണം, നികുതി നിഷേധം, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, കോടതി ബഹിഷ്കരണം. ഇതൊക്കെയാണ് ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ. കോടതി ബഹിഷ്കരണം, പദവികൾ ഉദ്യോഗങ്ങൾ ഉപേക്ഷിക്കൽ, നികുതി നിഷേധം, വിദേശ വസ്ത്ര ബഹിഷ്കരണം. അടുത്തത് ക്രിയാത്മക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. ഇതൊക്കെയാണ് ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ വരുന്നത്. ഹിന്ദു മുസ്ലിം ഐക്യം, ഖാദി വസ്ത്രങ്ങളുടെ പ്രചാരണം, ഐത്തോച്ചാടനം, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ. കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നായിരുന്നു 1921 മലബാർ കലാപം. അപ്പം കേരളത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നായിരുന്നു 1921 മലബാർ കലാപം. കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം. ഏതൊക്കെയാണ്? കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം തുടങ്ങിയിട്ടുള്ള ദ്രോഹ നടപടികൾ ജന്മിമാരിൽ നിന്ന് മലബാറിലെ കർഷകർ നേരിട്ടു. ജന്മിമാരുടെ കർഷക ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും സജീവമായത്. ഈ സമയത്താണ് കേരളത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ എല്ലാം സജീവമായത്. ഗാന്ധിജി മൗലാന ഷൗക്കത്ത് അലിയും ഒന്നിച്ച് കേരളം സന്ദർശിച്ചിരുന്നു ഈ കാലത്ത് കേട്ടോ. ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു. കർഷകരിൽ അധികവും മാപ്പിളമാർ ആയിരുന്നു. അപ്പം ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 നടന്നിട്ടുണ്ടായിരുന്ന മഞ്ചേരി കോൺഗ്രസ് സമ്മേളനമൊക്കെ കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. കർഷകരിൽ അധികവും മാപ്പിളമാരായിരുന്നു. അപ്പം ബ്രിട്ടീഷുകാരോടും ജന്മിമാരോടുമുള്ള എതിർപ്പ് കർഷകർക്കിടയിൽ രൂക്ഷമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞത്. ഖിലാഫത്ത് നേതാവായിരുന്ന ആലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും അവിടെ പരന്നു. ഇതോടെ മലബാറിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ കലാപം തുടങ്ങി. ബ്രിട്ടീഷുകാരുടെ സഹായികളായി പ്രവർത്തിച്ച ജന്മിമാർക്കെതിരെയും കലാപകാരികളുടെ രോഷം ആളിക്കത്തി. കലാപത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരെയൊക്കെ ബ്രിട്ടീഷുകാർ വധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1921 മലബാർ കലാപം നടക്കുന്നത്. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ, അപ്പം മലബാർ കലാപത്തിൽ എന്താണ് ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ
കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. വായു കടക്കാത്ത തീവണ്ടി മുറിയിൽ അവർ പ്രാണനു വേണ്ടി പിടഞ്ഞു. മരണവെപ്രാളത്തിൽ അന്യോന്യം മാന്തിപ്പറിക്കാൻ തുടങ്ങി. തീവണ്ടി കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിലെത്തി. വാഗൺ തുറന്നു നോക്കിയപ്പോൾ 72 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അവശേഷിച്ചവർ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. 1921 നവംബർ 10 നടന്ന ഈ ദാരുണ സംഭവം വാഗൺ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നു. അപ്പം മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്തിരുന്ന ഒരു 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയിരുന്ന ഒരു ഗുഡ്സ് വാഗണിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പം അത് പോത്തന്നൂരിൽ വെച്ചിട്ട് തുറന്നു നോക്കിയപ്പോൾ എന്താണ്, അതിൽ 72 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ മരണത്തോട് മല്ലിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ സംഭവം നടന്നത് 1921 നവംബർ 10 വാഗൺ ട്രാജഡി അല്ലെങ്കിൽ വാഗൺ കൂട്ടക്കൊല 1921 നവംബർ 10 നടന്നിട്ടുണ്ടായിരുന്നത്. ജന്മിത്വത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനും എതിരായി ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം ക്രൂരമായ മർദ്ദനത്തിലൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിച്ചമർത്താണ് ചെയ്തിട്ടുള്ളത്. ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദുഷ്ചെയ്തികൾക്കെതിരെ 1922 കർഷകർ സംഘടിച്ചു. 3000-ലധികം വരുന്ന നിരായുധരായ കർഷകരുടെ ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. കോപാകുലരായിട്ടുള്ള ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീവെച്ചു. 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ സംഭവമാണ് ചൗരി ചൗര സംഭവം എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നിസ്സഹകരണ സമരം പൂർണ്ണമായിട്ട് നിർത്തിവെക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. കാരണം ഈ സംഭവം അഹിംസാ സമര തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് ഗാന്ധിജി ഈ നിസ്സഹകരണ സമരം പൂർണ്ണമായിട്ട് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. വൈക്കം ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള അവകാശം ഇല്ലായിരുന്നു. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് 1924 വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ പ്രസിദ്ധമാണ്. അപ്പം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് സവർണ ജാഥ നടന്നത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലാണ്. ഈ സമരത്തിന് ഗാന്ധിജി പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താ പറയുക, ഈ സമരത്തിന് പിന്തുണ നൽകാൻ വേണ്ടിയിട്ട് ഗാന്ധിജി വൈക്കത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ 1924 നവംബർ 1 സവർണരെ പങ്കെടുപ്പിച്ച് വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്കൊരു ജാഥ പുറപ്പെട്ടു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചവർ മഹാറാണി സേതുലക്ഷ്മിബായിക്കൊരു നിവേദനം സമർപ്പിച്ചു. അപ്പം സവർണ ജാഥയിൽ നേതൃത്വം നൽകിയതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. 1924 നവംബർ 1 ഇത് നടന്നിട്ടുള്ളത് വൈക്കം ക്ഷേത്ര നടയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക്. അപ്പം ഈ ജാഥയിൽ ഇവർ മഹാറാണി സേതുലക്ഷ്മിബായിക്കൊരു നിവേദനവും സമർപ്പിക്കുന്നുണ്ട്. ഗാന്ധിയൻ സമരമുറകൾക്ക് സമാന്തരമായി നിരവധി സായുധ സമരങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അത്തരം സമരങ്ങൾക്ക് നേതൃത്വം നൽകി ജീവൻ ബലിയർപ്പിച്ചവരാണ് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് മുതലായവർ. ഇവർ രൂപീകരിച്ച സംഘടനയാണ് ഇത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അപ്പം ചന്ദ്രശേഖർ ആസാദും ഭഗത് സിംഗും രാജ്ഗുരും സുഖ്ദേവും ഒക്കെ രൂപീകരിച്ച സംഘടന, എല്ലാവരും കൂടി ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം 1929 ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം. അപ്പോൾ 1929 INC സമ്മേളനം നടന്ന എവിടെയാണ്? ലാഹോറിലാണ്. അപ്പം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ 1929 ലാഹോറിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു.
ജനവിരുദ്ധമായ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഉപ്പുണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നികുതി നൽകേണ്ടിയിരുന്നു. ഈ നികുതി ബ്രിട്ടീഷ് സർക്കാർ ഇരട്ടിയാക്കിയത് ജനരോഷം വർദ്ധിപ്പിച്ചു. അപ്പം ഉപ്പുണ്ടാക്കുന്നതിന് ഇന്ത്യക്കാർ നികുതി നൽകുകയാണ്. അപ്പോൾ ഈ നികുതി എന്താണ്, ഇവർ അതിൻ്റെ ഇരട്ടിയാക്കി. അത് ജനങ്ങൾക്കിടയിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഉപ്പിനെ സമരായുധമാക്കിയാൽ ബഹുജന പ്രക്ഷോഭം കൂടുതൽ ശക്തിയാർജിക്കുമെന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു. ഈ ഉപ്പു നിയമം ലംഘിക്കാൻ ഗാന്ധിജി തീരുമാനിക്കുകയാണ്. സമരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. ഏത് സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്? ഏതാണ്? നിയമലംഘന സമരം അല്ലേ? അപ്പം 78 അനുയായികളുമായിട്ട് ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. 78 അനുയായികളാണ് ഉണ്ടായിരുന്നത്. യാത്ര പുറപ്പെടാൻ 375 കിലോമീറ്റർ കാൽനടയായിട്ട് സഞ്ചരിച്ചിട്ടാണ് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേരുന്നത്. 1930 ഏപ്രിൽ 6 ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു. അപ്പം നിയമലംഘന പ്രസ്ഥാനത്തിന് ഗാന്ധിജി, അല്ലെങ്കിൽ നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിക്കുന്നത് എന്നാണ്? 1930 ഏപ്രിൽ 6 അപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉപ്പ് നിയമലംഘനത്തിൻ്റെ പ്രതീകമായിന്ന്. പിന്നെ ദണ്ഡി യാത്രയിൽ ഉണ്ടായിരുന്ന മലയാളികൾ ആരൊക്കെ നോക്കാം. ശ്രീകൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ആരൊക്കെയാണ്? ശ്രീകൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ഇവരായിരുന്നു ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന മലയാളികൾ ഉപ്പു സത്യാഗ്രഹത്തിൽ. ഇന്ത്യ ഒട്ടാകെ നിയമലംഘന പ്രക്ഷോഭം വ്യാപിച്ചു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് സമരം നടന്നത്. അപ്പം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അതിർത്തി ഗാന്ധി. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ സമരം നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിലും നിരവധി വനിതകളും ഈ സമരരംഗത്ത് സജീവമായിരുന്നു. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയും. അപ്പം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രചരണങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു ആര്? കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയും. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. അപ്പം കേരളത്തിലുള്ള പ്രധാന കേന്ദ്രങ്ങളാണ് ഏതൊക്കെ? കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും കോഴിക്കോടും. പയ്യന്നൂരിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പു നിയമലംഘനം നടന്നത്. പയ്യന്നൂരിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് ഉപ്പു നിയമലംഘനം നടന്നിട്ടുള്ളത്. എന്നാൽ കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, പി കൃഷ്ണപിള്ള എന്നിവർക്ക് പോലീസിൻ്റെ മർദ്ദനത്തിൽ പരിക്കേൽക്കുകയുണ്ടായി. ഉപ്പു സത്യാഗ്രഹം കേരളത്തിലെ ജനഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യ സമരാഗ്നി ആളിക്കത്തിച്ചു. ഉപ്പു സത്യാഗ്രഹത്തെ അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചു. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനി അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം. പിന്നെ പറയുന്നത് നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്നത് ഗേഡിലിയുവിനെ കുറിച്ചിട്ടൊന്ന് പറയുന്നുണ്ട്. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മണിപ്പൂർ, നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളിലും നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ആവേശം ഉയർന്നു. 13 വയസ്സ് മാത്രമുള്ള റാണി ഗൈഡിലിയു ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടയാവുകയും നിയമലംഘന സമരത്തിൽ പങ്കാളിയാവുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്കിൻ്റെ പേരിൽ നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു അവരെ വിശേഷിപ്പിച്ചു. അപ്പം നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്ന ആരാണ്? റാണി ഗൈഡിലിയു ആണ്. അങ്ങനെ വിശേഷിപ്പിച്ച ജവഹർലാൽ നെഹ്റു ആട്ടോ. ഗാന്ധിയൻ ആശയമായ സമൂഹ പുനർനിർമ്മാണവും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു.
സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം, ആരാധനാ സ്വാതന്ത്ര്യം നേടിയെടുക്കൽ എന്നിവ കൂടി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മാറി. കേരളത്തിൽ 1931 നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം അത്തരം കർമ്മ പരിപാടികളിൽ ഒന്നായിരുന്നു. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുക്കണമെന്ന ഗാന്ധിജിയുടെ അഭ്യർത്ഥന ക്ഷേത്രം ട്രസ്റ്റിയായിരുന്ന സാമൂതിരി നിരസിച്ചു. അതിനെതിരെ ഗുരുവായൂർ ക്ഷേത്രത്തിനു മുന്നിൽ കെ. കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം തുടങ്ങി. പി. കൃഷ്ണപിള്ള, എ. കെ. ഗോപാലൻ എന്നിവരും ഇതിനു നേതൃത്വം നൽകി. ഗാന്ധിജിയുടെ പിന്തുണയോടുകൂടി ആരംഭിച്ച സത്യാഗ്രഹം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കാൻ കാരണമായി. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഇന്ത്യയിലെ അധസ്ഥിത ജനവിഭാഗങ്ങളെ രാഷ്ട്രീയമായി സംഘടിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു ഡോക്ടർ ബി. ആർ. അംബേദ്കർ. അധസ്ഥിത വിഭാഗങ്ങളുടെ മോചനം രാഷ്ട്രീയ അധികാര പങ്കാളിത്തത്തിലൂടെ മാത്രമേ സാധ്യമാകൂവെന്ന് അംബേദ്കർ തിരിച്ചറിഞ്ഞു. ഇതിനായി അദ്ദേഹം വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അയിത്തജാതിക്കാരുടെ സാമൂഹ്യ അവശതകൾ പരിഹരിക്കുന്നതിന് അവരെ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കാളികളാക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. അധസ്ഥിത ജനവിഭാഗത്തിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് സംവരണം ചെയ്തു. അധസ്ഥിതർ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ കാരണമാകും എന്നതുകൊണ്ട് തന്നെ അവരെ പ്രത്യേക രാഷ്ട്രീയ വിഭാഗമായി പരിഗണിക്കുന്നതിനെ ഗാന്ധിജി എതിർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയത്തിനെതിരെ ഗാന്ധിജി മരണം വരെ ഉപവസിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു. പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉപേക്ഷിക്കുവാനും സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അധസ്ഥിതരുടെ രാഷ്ട്രീയ അവകാശ പ്രശ്നം പരിഹരിക്കുവാനും തീരുമാനിച്ചു. ഇതാണ് പൂന സന്ധി എന്നറിയപ്പെടുന്നത്. പൂന സന്ധി നടക്കുന്നത് 1932 കേട്ടോ. ഇനി അടുത്തത് വട്ടമേശ സമ്മേളനങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1930, 1931, 1932 എന്നീ വർഷങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിൽ വട്ടമേശ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ആര്? അംബേദ്കർ. 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ബഹുജന സമരമാണ് ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. അപ്പം ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് ഇന്ത്യയിലുണ്ടായ പ്രധാനപ്പെട്ട ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. 1948 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്നിട്ടുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. അപ്പം എല്ലാ അധികാരങ്ങളും ഇന്ത്യക്കാർക്ക് കൈമാറിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്നാണ് ഈ സമ്മേളനം ആവശ്യപ്പെട്ടത്. സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞതൊന്നും വേണ്ട, അല്ലേ? സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും വേണ്ട. ഇതാ ഒരു മന്ത്രം, കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്കു തരുന്നു. അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. ആ മന്ത്രം ഇതാണ്: പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും, അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. ഗാന്ധിജി തൻ്റെ പ്രസംഗത്തിലാണ് ഇപ്രകാരം ആഹ്വാനം ചെയ്തത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളെയും അറസ്റ്റ് ചെയ്തു. പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലാണ് ഗാന്ധിജിയെയും ഭാര്യ കസ്തൂർബയെയും പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ജയിൽവാസത്തിനിടയിൽ 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി മരിച്ചു.
ജയിൽ വളപ്പിൽ തന്നെ ശവസംസ്കാരം നടത്തി. അപ്പം കസ്തൂർബ ഗാന്ധി മരിക്കുന്നത് 1944 ഫെബ്രുവരി 22-നാണ്. ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് അരുണ ആസഫ് അലി, ജയപ്രകാശ് നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അരുണ ആസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. അരുണ ആസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാടൊട്ടുക്കും പ്രകടനങ്ങൾ, ഹർത്താലുകൾ, കരിദിനം മുതലായവ നടന്നു. പ്രതിഷേധം ക്രമേണ കലാപങ്ങളായി മാറി. റെയിൽവേ സ്റ്റേഷനുകൾ നശിപ്പിച്ചു, തീവണ്ടികൾ കത്തിച്ചു, സർക്കാർ ഓഫീസുകൾ ചുട്ടുചാമ്പലാക്കി, വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലാക്കി, തൊഴിലാളികൾ ഫാക്ടറികൾ വിട്ടിറങ്ങി, വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ചു. എല്ലാവരും പ്രതിഷേധത്തിലായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് അതിക്രൂരമായി തന്നെ സമരത്തെ അമർച്ച ചെയ്യുകയാണ്. 1942 ഓഗസ്റ്റ് 9 ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിക്കുന്നത്. അപ്പോൾ 1942 ഓഗസ്റ്റ് 9 ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത്. ഇതിൽ പങ്കെടുത്ത MP നാരായണ മേനോൻ, K കേളപ്പൻ, E മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തു. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ടാണ് ആചരിച്ചു വരുന്നത്. ഓഗസ്റ്റ് 9 ആണ് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിച്ചു വരുന്നത്. ഇനി ദണ്ഡി യാത്ര വരുന്ന 1930-ലാണ്. മലബാർ കലാപം 1921, വൈക്കം സത്യാഗ്രഹം 1924, ക്വിറ്റ് ഇന്ത്യ സമരം 1942, നിസ്സഹകരണ പ്രസ്ഥാനം 1920, ചൗരി ചൗര സംഭവം 1922. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ ഔദാര്യമല്ലെന്നും അത് പോരാടി നേടേണ്ടതാണെന്നുമായിരുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ വിശ്വാസം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന പ്രഖ്യാപനത്തിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അപ്പം നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി INA-യുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തു. ഇന്ത്യയുടെ മോചനമായിരുന്നു INA-യുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് ഇങ്ങനെ പറഞ്ഞു: ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യയുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസ്സുകൾ തേടുന്നു. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ആരോടാണ്? ഗാന്ധിജിയോടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഗാന്ധിജിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിൻ്റെ സംഭാവനയാണ്. അപ്പം ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ ഗാന്ധി വിശേഷിപ്പിച്ചത് എന്താണ്? നേതാജി. INA-യുടെ വനിതാ വിഭാഗം നേതാവായിരുന്നു മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൾ ഖാദർ. ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തെ 26-ാമത്തെ വയസ്സിൽ തൂക്കിക്കൊന്നു. സായുധ സമരങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടാനുള്ള INA-യുടെ ശ്രമങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അടിച്ചമർത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പം 1940 മുസ്ലിം ലീഗിൻ്റെ സമ്മേളനം ലാഹോറിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പാകിസ്ഥാൻ എന്ന പേരിലുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്ന് ആ സമ്മേളനം ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏക സംഘടന മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസിന് നൽകുന്നത് പോലെയുള്ള പരിഗണന മുസ്ലിം ലീഗിനും നൽകണമെന്നും മുഹമ്മദ് അലി ജിന്ന അഭിപ്രായപ്പെട്ടു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകി. ഹിന്ദു മുസ്ലിം ആ ഒരു ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
എന്താ പറയുക മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൂടുതൽ പിന്തുണ നൽകുന്നുണ്ട്. ഇന്ത്യയുടെ പുതിയ വൈസ്രോയിയായി നിയമിതനായ മൗണ്ട് ബാറ്റൺ പ്രഭു കോൺഗ്രസിൻ്റെയും സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെയും നേതാക്കളുമായി ദീർഘമായ ചർച്ച നടത്തുകയും ഒത്തുതീർപ്പ് പദ്ധതികൾ തീരുമാനിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയൊരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന തീരുമാനമാണ് മൗണ്ട് ബാറ്റൺ പ്രഭു പ്രഖ്യാപിച്ചത്. അങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ 2 രാജ്യങ്ങൾ രൂപം കൊള്ളുന്നത്. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന സമരമായിരുന്നു. വിവിധ വിഭാഗം ജനങ്ങളെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒന്നിച്ചണിനിരത്താൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. സത്യം, അഹിംസ എന്നിവയിലൂന്നിയ സഹന സമരത്തിലൂടെ വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിന് കഴിഞ്ഞു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി. ആ സമയത്ത് നെഹ്റു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ആ നിമിഷം ഇതാ സമാഗമമാകുന്നു. ഈ നിമിഷം ചരിത്രത്തിൽ അപൂർവമാണ്. പഴമയിൽ നിന്ന് നമ്മൾ പുതുലോകത്തിലേക്ക് വരുന്നു. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ജവഹർലാൽ നെഹ്റു പറയുന്നത്. പിന്നെ 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റു അധികാരമേൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 3ാം ഘട്ടമായിട്ടുള്ള ഗാന്ധിയൻ കാലഘട്ടത്തെ കുറിച്ചിട്ട് നമ്മളിതിൽ പഠിച്ചു. 1919 മുതൽ 1947 വരെയുള്ളതാണ് ഗാന്ധിയൻ കാലഘട്ടം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഗാന്ധിജിയുടെ നേതൃത്വം എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെത് സത്യം, അഹിംസ എന്നിവയിൽ അടിവച്ച സമര രീതികളൊക്കെ ആയിരുന്നു. പിന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചും നിയമലംഘനത്തെക്കുറിച്ചും ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ അയിത്തോച്ചാടനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവ നടന്നിട്ടുണ്ടായിരുന്നു. ഗാന്ധിയൻ സമരരീതിയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ടുള്ള സമരരീതികളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്നു. പിന്നെ സായുധ സമരത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 രാജ്യങ്ങളായിട്ട് വിഭജിക്കുകയും ചെയ്തു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.